പ്രിയമുള്ളവരെ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങൾ, നമ്മെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, നമുക്ക് വലിയ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ, കുടുംബത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ, സന്താന പരമ്പരയിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഒക്കെ കാരണമാകുന്ന വളരെ ഗൗരവമുള്ള, നമ്മളെന്നാൽ നിസ്സാരമായി കാണുന്ന ഒരു 5 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇപ്രകാരം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ തലമുറ തന്നെ ഇബിലീസിന്റെ പിടിയിൽ പെട്ടുപോകുമെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ വളരെ ഗൗരവമുള്ളൊരു വിഷയം. എന്നാൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം വളരെ ഗൗരവമാണ്. നമ്മൾ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും എന്താണെന്ന് കേട്ടു പഠിക്കാം. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇനി ആരെക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിച്ചാലും അതിന് ഫലം കിട്ടുകയില്ല. അപ്പോൾ അള്ളാഹു ശ്രദ്ധിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഒരുപാട് ദുആ വസിയ്യത്ത് ചെയ്യുന്ന, പലപ്പോഴും ഉസ്താദ് ദുആ ഇറക്കണ, ഇന്ന പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളാണ്, ഇതൊക്കെ പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ, വിഷമങ്ങളൊക്കെ തീർത്ത് റാഹത്തുള്ള സക്കീനത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉറപ്പായും നമ്മൾ മാറ്റേണ്ട ചില സംഗതികളുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് മുസീബത്തുകളും ഇടങ്ങേറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്താണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന കൽബിൽ തോന്നലുണ്ടോ? എന്നാൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ്, എന്തൊക്കെയോ ഒരു പാകപ്പിഴവ്, ഒരു താളപ്പിഴവ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് വരുന്ന വിപത്തുകളുടെ പിന്നിൽ നമ്മളുടെ കൈകൾ തന്നെ പ്രവർത്തിച്ച എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതായത് നമ്മൾ പ്രവർത്തിച്ച വാക്കുകൊണ്ടോ നാക്കുകൊണ്ടോ നമ്മുടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കൈകാലുകൾ കൊണ്ടോ ഒക്കെ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചില സംഗതികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ശ്രദ്ധിക്കാത്ത ചില സംഗതികളെ കൊണ്ട് വലിയ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമായി തീരും. ചുരുക്കി ഞാൻ പറഞ്ഞുതരാം ഒരു 5 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവത്തിലെടുക്കോ. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രദ്ധിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാർ, എൻ്റെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, കുടുംബാദികൾ, അവർക്ക് ഞാനിത് ശ്രദ്ധിക്കാൻ പ്രത്യേകം ഗൗരവമായിട്ട് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമെന്ന് നല്ല നിയത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കണം, അവരെ ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയം, ഉറങ്ങുന്നതിന് മുമ്പ് വയറ് വല്ലാതെ അങ്ങ് നിറച്ചിട്ട് കിടക്കാതിരിക്കുക. അതായത് നമ്മൾ പറയും മൂക്കുമുട്ട തിന്നാന്ന് പറയില്ലേ, തിന്നോ, കുലു വഷ്റബു. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ തിന്നോ കുടിച്ചോ, നിങ്ങൾക്ക് കിട്ടിയത്, അതായത് യാ യുഹന്നാസു കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, നല്ലത് നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷിക്കാൻ വേണ്ടി യോഗ്യമാക്കി തന്ന സംഗതികൾ ഹലാലായതിൽ നിങ്ങൾ ഭക്ഷിച്ചോ. എന്നാൽ ആ പറഞ്ഞതിനോട് ചേർത്തിട്ട് അള്ളാഹു ഒരു വാക്കൂടെ പറയുന്നുണ്ട്, വലാ തുസ്രിഫു, അമിതം കാണിക്കരുതെന്ന്. അമിതം കാണിക്കരുത്. അതായത് പള്ള നിറച്ചങ്ങോട്ട് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രൂപത്തിൽ നല്ലോണം വെട്ടി വിഴുങ്ങിയിട്ട് അങ്ങനെ കിടന്നുറങ്ങുക. അതേപോലെ എന്ത് ചെയ്യാം, കിടന്നുറങ്ങാം. മഹത്തുക്കൾ പറയുന്ന മഹാനായ ഇമാം ഷാഫി തങ്ങളടക്കമുള്ള മഹാന്മാർ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കാഠിന്യം. ഒരു 8 ചവിട്ടടിയെങ്കിലും നടക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങുന്ന സ്വഭാവം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് ശരീരം ഒന്ന് ഇളക്കിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഉറക്കത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതായത് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ ഗ്യാപ്പെങ്കിലും എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ഉറക്കത്തിൻ്റെയും ഇടയിൽ കൊടുക്കണം. ഇതൊന്ന് ദഹിക്കാനുള്ള, അതായത് അതാണ് രാത്രി സമയങ്ങളിൽ വലിയ ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കാനുള്ള കാരണം അതാണ്. ഇന്ന് ശാസ്ത്രലോകവും അത് തന്നെയല്ലേ പഠിപ്പിച്ചിരുന്നത്, ഇല്ലേ? വലിയ ഹെവി ഫുഡ്, അതായത് ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങുന്ന സ്വഭാവം മനുഷ്യനെ രോഗിയാക്കാൻ കാരണമായി. നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചു കളയും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വരാൻ, നമ്മുടെ അറ്റാക്ക് സംഭവിക്കാനൊക്കെ ചില ആളുകൾ കണ്ടില്ലേ, ഉറക്കത്തിൽ കിടന്ന് അറ്റാക്ക് ബാധിച്ച് മരണപ്പെട്ടു പോകുന്നു, ഇല്ലേ? ഉറക്കത്തിൽ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. കൂടെ കിടന്ന ഭാര്യ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെ ഭർത്താവ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിൽ ചെറുപ്പക്കാരായ ആളുകൾ പോലും അതിൽ പെട്ടുപോവുകയാണല്ലേ. അപ്പം അതെന്തേ കാരണം, അമിതമായി ഭക്ഷണം കഴിച്ച് അതൊന്ന് ദഹിക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങുന്ന സ്വഭാവം. ഇത് നമ്മെ വലിയ രോഗിയാക്കാൻ കാരണമായി തീരും. നമ്മുടെ സമ്പാദ്യം അതിൻ്റെ പിന്നാലെ ചെലവഴിക്കാൻ, നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താനൊക്കെ അത് കാരണമായി തീരും. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മളെയും ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കുടുംബാദികളെയും ശ്രദ്ധിക്കുക, മക്കളെ, ഭർത്താവിനെ, ഭാര്യ, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അമിതമായി വെള്ളം കുടിച്ചിട്ട് വയറ് നിറച്ച് കിടക്കുക. അത് പാടില്ല. അമിതമായി വെള്ളം കുടിച്ച് വയറിറച്ച്, പലരും പറയും ഒരു ദിവസം ഇത്രയും ലിറ്റർ വെള്ളം കുടിക്കണമെന്നൊക്കെ. വെള്ളം കുടിക്കണം, ശരീരത്തിന് ആവശ്യമുള്ള കതിരനുസരിച്ച് കുടിക്കുക. എന്നാൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ അളവ് കുടിച്ചു തീർത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, 1 2 ഒട്ടകം വെള്ളം കുടിക്കുന്ന മാതിരി കുറേ വെള്ളം
കുടിച്ചങ്ങോട്ട് പള്ള വീർപ്പിച്ചിട്ട് കിടന്നുറങ്ങുക, ആ സ്വഭാവം നമ്മളുടെ കിഡ്നിയെ വരെ ഡാമേജ് ആക്കി കളയാൻ കാരണമായി തീരും. നമ്മുടെ ആന്തരിക അവയവങ്ങളെ തന്നെ ഡാമേജ് വരുത്തി കളയാൻ കാരണമായി തീരും, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണമായി തീരും. ശരീരത്തിൻ്റെ 70% വെള്ളമാണ് ശരീരത്തിൽ. നമ്മുടെ ഈ ശരീരത്തിലേക്ക് കയറ്റിവിടുന്ന വെള്ളത്തിനൊരു പരിധിയുണ്ട്. നിശ്ചിത അളവിനേക്കാൾ കൂടുതൽ ശരീരത്തിലേക്ക് വെള്ളം ചെന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ആ ഒരു ഘടനയെ അത് ബാധിക്കും, ശരീരത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും, രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീരും, രോഗിയാകാൻ കാരണമായി തീരും. ഇത് വൈദ്യശാസ്ത്രം തെളിയിച്ചതാണ്, നമ്മളെ പഠനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നതാണ്, ഇതെൻ്റെ വാക്കായിട്ട് പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അമിതമായി വെള്ളം കുടിച്ച് വയറ് നിറച്ച് കിടക്കാതിരിക്കുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔറത്ത് മറയ്ക്കാതെ കിടന്നുറങ്ങുക. അത് ഒഴിവാക്കേണ്ട ശീലമാണ്. ഔറത്ത് മറയ്ക്കാതെ വെച്ചാൽ നഗ്നരായി കിടന്നുറങ്ങുന്ന അത് ഭാര്യയും ഭർത്താവുമാണ്, വേറെ ആരും റൂമിലില്ല, അന്ന് അവർ രണ്ടുപേരേ ഉള്ളൂ. എന്നാലും ശരി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതുകൊണ്ട് തെറ്റില്ലാത്തവരാണെങ്കിലും ശരി, ഔറത്ത് മറയ്ക്കാതെ കിടന്നുറങ്ങുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം കടന്നു വരാൻ കാരണമായി തീരും. ഔറത്ത് മറയ്ക്കാതെ ഉറങ്ങുന്ന റൂമിൽ മലക്കുകൾ ഉണ്ടാവില്ല, മലക്കുകൾ അവിടെ നിന്ന് മാറിപ്പോവും. പിന്നെ അവിടേക്ക് വരുന്നത് ശൈത്താനായിരിക്കും, ഇബിലീസായിരിക്കും. ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഔറത്ത് പൂർണ്ണമായി വെളിവാക്കിക്കൊണ്ടാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ ഭാര്യയാണല്ലോ, എനിക്ക് എന്തോ ആകാലോ, അല്ലെ എൻ്റെ ഭർത്താവാണല്ലോ, എനിക്ക് എന്തോ ആവണം, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പൂർണ്ണ നഗ്നരായിട്ടാണ് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവിടെ മലക്കുകൾ നിൽക്കുകയില്ല, അവരുടെ പരിസരത്ത് മലക്കുകൾ ഉണ്ടാവുകയില്ല, മറിച്ച് അവിടെ വരുന്നത് സാക്ഷാൽ ഇബ്ലീസായിരിക്കും. അത് ബിസ്മി ചൊല്ലാതെയാണ് ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ ബിസ്മി ചൊല്ലാത്ത ആ ബന്ധത്തിൽ ആരും ഏർപ്പെടും, ഈ പിശാചും കൂടെ കൂടുകയും അതിലുണ്ടാകുന്ന മക്കളിൽ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും അവരുടെ ദുർബോധനം ഉണ്ടാകുകയും അവരെ പിഴപ്പിച്ചു കളയാനൊക്കെ കാരണമായി തീരുകയും ചെയ്യും. ആ സന്താന പരമ്പരയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തങ്ങട്ട് എടുത്തു കളയും. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണെങ്കിലും ശരി, ഒരു പുതപ്പെങ്കിലും കൊണ്ട് ശരീരം മൂടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ശരീരം മുഴുവനായി നഗ്നമാക്കാതെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വസ്ത്രം ധരിച്ചവരായ രൂപത്തിലാവണം എന്ത് ചെയ്യേണ്ടത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് വരെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട്. മുത്തുനബി തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ നഗ്നത മുത്തുനബി തങ്ങളോ നബി തങ്ങളുടെ നഗ്നത ഞാനോ കണ്ടിട്ടില്ല എന്ന്. ആര്? ഒരു ഭാര്യ പറയുകയാണ്. എന്നാലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആരുമായിട്ട്, ആയിഷ ബീവിയുമായിട്ട്, അതും പറയുന്നുണ്ട്. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നഗ്നത കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന്. കാണണ്ട നോക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത്. ഭാര്യയും ഭർത്താവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുകയും നോക്കുകയൊക്കെ ചെയ്യും, അത് വേണ്ട എന്നല്ല, മറിച്ച് ശരീരം മുഴുവനായി നഗ്നമാക്കുന്ന രൂപത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. അങ്ങനെ തന്നെ കിടന്നുറങ്ങുന്ന സ്വഭാവം അതൊഴിവാക്കാം, മറിച്ച് ശുദ്ധിയോടും വൃത്തിയോടും കൂടിയൊക്കെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. നാലാമത്തെ സംഗതിയായി ശ്രദ്ധിക്കേണ്ടത്, കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാവും. അങ്ങനെ കിടന്നാലേ ഉറക്കം വരുള്ളൂ, അല്ലേ? ചില ആളുകൾക്ക് മലർന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ. എന്നാൽ അധികം ആളുകളും കമിഴ്ന്ന് കിടന്ന് ഉറങ്ങി ശീലിച്ച ആളുകൾ, അവർക്ക് അങ്ങനെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. അല്ലാതെ എങ്ങനെ കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് ഉറക്കം കിട്ടൂല. എന്നാൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന സ്വഭാവമുണ്ട് എങ്കിൽ അത് ശരീരത്തിനിടങ്ങേറാണ്, അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ ആ വീട്ടിലെ ബറക്കത്തെടുത്ത് കളയാനും അവിടേക്ക് ദാരിദ്ര്യം കടന്നു വരാനും ആ ഒരു ശീലം കാരണമായി തീരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ സ്വഭാവം ഒഴിവാക്കുക. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന സ്വഭാവം ഒഴിവാക്കുക. ഏറ്റവും അഫ്ളലായ രൂപം, ഉറങ്ങേണ്ട നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന രൂപം, ഖിബിലയിലേക്ക് തിരിഞ്ഞ് വലത് കൈ കവിളത്ത് വെച്ചുകൊണ്ട് കിടന്നുറങ്ങലാണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കുക, അത് വലത് കൈ ചരിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചരിഞ്ഞ് കിടക്കുക, വലതുഭാഗത്ത് ചരിഞ്ഞ് കിടന്നിട്ട് വലത് കൈ കവിളിൽ വെച്ചുകൊണ്ട് ഖിബിലയിലേക്ക് മുഖം വരുന്ന രൂപത്തിൽ കിടക്കുക. ഇനി അതിന് പറ്റിയില്ല എന്നാൽ എന്ത് ചെയ്യുക, കാൽപാദങ്ങൾ ഖിബിലയ്ക്ക് നേരെ വരുന്ന രൂപത്തിൽ കിടക്കുക. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഖിബിലയ്ക്ക് നേരെ കാല് നീട്ടാ ഉസ്താദ്, അത് തെറ്റല്ലേ എന്ന്. കിടക്കേണ്ട ശൈലി അങ്ങനെയാണ്. ഖിബിലയ്ക്ക് നേരെ കാൽപാദങ്ങൾ പള്ള വരുന്ന രൂപത്തിൽ വെച്ചിട്ട് തലയൊരൽപ്പം തലയണയോ വല്ല വെച്ചിട്ട് എന്ത് ചെയ്യുക, പൊക്കുക. അതായത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ ഖിബിലയിലേക്കാണ് തിരിയുക നമ്മുടെ മുഖം, അല്ലേ? നമ്മളൊക്കെ അറിയാം, രോഗികളായി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കിടത്തൽ അങ്ങനെയാണല്ലോ വേണ്ടത്. അതായത് കിടന്ന് നിസ്കരിക്കാനൊക്കെ സൗകര്യത്തിന് അവർക്ക് അങ്ങനെ കിടക്കലാണ് ഏറ്റവും നല്ലത്, അങ്ങനെയാണ് അവരെ കിടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കിടക്കുമ്പോഴും ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക, കിടക്കാൻ ശ്രമിക്കുക. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ വലതു ഭാഗം ചരിഞ്ഞിട്ട് കിബിലയിലേക്ക് മുഖം വരുന്ന രൂപത്തിൽ ചരിഞ്ഞ് കിടക്കുക. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. അല്ലാതെ മലർന്നു കിടക്കുന്നതും കമിഴ്ന്ന് കിടക്കുന്ന സ്വഭാവമൊക്കെ, ഈ മലർന്ന് കിടന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, കമിഴ്ന്ന് കിടക്കുന്ന സ്വഭാവം എന്തായാലും ഒഴിവാക്കുക. നമ്മുടെ മക്കളെ അങ്ങനെ ശീലിപ്പിക്കാതിരിക്കുക. മക്കളെയും ഈ സൈഡ് ചരിഞ്ഞ് കിടന്ന് ശീലിപ്പിക്കുക അവരെ, ഇൻഷാ അല്ലാഹ്. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, തെറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ, അല്ലെ തെറ്റ് കാണുന്ന അവസ്ഥയിൽ, തെറ്റ് പറയുന്ന അവസ്ഥയിൽ തെറ്റിലായിട്ട് കിടന്നുറങ്ങാതിരിക്കുക.
പലപ്പോഴും ഇപ്പോൾ നമ്മൾ മൊബൈലും മറ്റുമൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റ് ചിന്തിച്ചുകൊണ്ട് കിടക്കുക, അതും തെറ്റ് തന്നെയാണ്. അതും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമായി തീരും. തെറ്റ് ചിന്തിച്ചുകൊണ്ട് കിടന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ ഉറക്കിൽ സ്വപ്നം കാണുന്നത് ഈ തെറ്റിലേക്ക് തിരിയാൻ, അതായത് തെറ്റായ സംഗതികൾ സ്വപ്നത്തിലേക്ക് വരാൻ കാരണമായി തീരും ഇല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല വിഷയങ്ങളും സ്വപ്നത്തിലേക്ക് കടന്നു വരാറില്ലേ? തെറ്റ് ചിന്തിച്ചുകൊണ്ട് നിരന്തരം നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, പറയുന്ന അങ്ങനത്തെ സംഗതികളായിരിക്കും അധികവും നമ്മളുടെ സ്വപ്നങ്ങളിലായിട്ട് കടന്നു വരിക. അപ്പോൾ തെറ്റിലായിട്ട് ചിന്തിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത് എങ്കിൽ മൊബൈൽ നോക്കി അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. എന്നാൽ നമ്മുടെ ഉറക്കത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് കടന്നു വരുന്ന രംഗങ്ങളൊക്കെ അത്തരത്തിലുള്ളതായിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണമായി തീരും ഇല്ലേ? നമ്മുടെ മനസ്സ് തന്നെ നശിച്ചു പോകാൻ, കസാവത്തുൽ ഖൽബായി പോകാൻ, മനസ്സ് കാഠിന്യമായി പോകാൻ കാരണമായി തീരും. അതുമാത്രവുമല്ല, മറ്റുള്ളവരോടുള്ള അനുകമ്പയും കരുണയും സഹനതയൊക്കെ നമ്മുടെ കൽബിൽ നിന്നും എടുത്തു കളയപ്പെടും. അത്തരത്തിൽ നമ്മുടെ കൽബ് കാഠിന്യമായി പോകും. അതുകൊണ്ട് നല്ലത് ചിന്തിച്ചുകൊണ്ട്, അത് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഉറങ്ങുന്നതിന് മുമ്പ് വസിയ്യത്ത് ചെയ്തിട്ട് വേണം കിടക്കേണ്ടത് എന്ന്. വസിയ്യത്ത് എഴുതി വെച്ചിട്ട് വേണം. കാരണം ഉറക്കിൽ എന്താ സംഭവിക്കുന്നത് അറിയില്ലല്ലോ. നമ്മൾ ഈ മോശമായ സംഗതികൾ കണ്ടും കേട്ടും ഒക്കെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് മരണം സംഭവിച്ചു പോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മരണം കൊണ്ട് നമുക്ക് നരകമല്ലേ കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ലത് ചിന്തിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ, തഹ്ലീൽ ഓതണേ, ഫാത്തിഹ ഓതണേ, അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലി സുബ്ഹാനല്ലാഹ്, തസ്ബീഹും തഹ്മീദും തക്ബീറും ഒക്കെ ചൊല്ലിയിട്ട് വേണേ കിടന്നുറങ്ങേണ്ടത്. ദിക്ർ ചൊല്ലിക്കൊണ്ട് വേണേ കിടന്നുറങ്ങേണ്ടത് എന്നൊക്കെ ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കണം. അതുപോലെ തന്നെ 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം ചൊല്ലിയിട്ട് കിടക്കണം. അങ്ങനെ ചൊല്ലിക്കിടന്നാൽ ആ ഉറക്കത്തിൽ മരണപ്പെടുകയില്ല എന്ന് പോലും മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം ഇങ്ങനെ 21 തവണ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോവുകയില്ല. അപ്പോൾ നമുക്കൊരു ആയുസ് കൂട്ടി കിട്ടാനും അത് കാരണമായി തീരും. നിരന്തരം പതിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാവണം ഉറങ്ങേണ്ടത്. തെറ്റിലായിട്ട് നിങ്ങൾ ഉറങ്ങാൻ പാടില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വളരെ നിസ്സാരമായി കാണുന്ന സംഗതിയായിരിക്കും അല്ലേ? പക്ഷേ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകേടുണ്ടാകാനും അതുപോലെ നമ്മളെ രോഗികളാക്കി തീർക്കാനും ഒക്കെ കാരണമായി തീരും. രോഗം ബാധിച്ച് അവസാനം നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കെട്ടിവെക്കേണ്ട അവസ്ഥ, ഹോസ്പിറ്റൽ വരാന്തകളിൽ തെണ്ടി നടക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന ചില പോരായ്മകളെ കൊണ്ടാണ്. അത് ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കും എനിക്കും നിങ്ങൾക്കും ശ്രദ്ധിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു അറിവ് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നതാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അറിവ് പ്രചരിപ്പിക്കുന്നവർക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫാ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.